കോൺഗ്രസിന്റെ തലപ്പത്തുണ്ടായിരിക്കുന്ന രണ്ട് തട്ടിലാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും കെ.പി.സി.സി പ്രസിഡന്റ് സണ്ണി ജോസഫും നിൽക്കുന്നത്. ഒറ്റക്കെട്ടായി പാർട്ടിയെ മുന്നോട്ട് നയിക്കേണ്ട അതിനിർണായക കാലഘട്ടത്തിലൂടെയാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. അവിടെയാണ് രണ്ട് നേതാക്കന്മാർ കോൺഗ്രസിന്റെ രണ്ട് കേന്ദ്രങ്ങളിലായി നിലനിൽക്കുന്നത്. കെ സുധാകരനും സതീശനും തമ്മിൽ അത്ര മികച്ച ബന്ധമായിരുന്നില്ല. പൊതുവേദികളിൽ വെച്ച് വരെ ഈ നേതാക്കന്മാർ തമ്മിലടിച്ചു. അതിനു പിന്നാലെയാണ് സുധാകരനെ മാറ്റി സണ്ണി ജോസഫ് എത്തിയത്. അപ്പോഴും സതീശന്റെ നിലപാടിൽ വലിയ മാറ്റമൊന്നുമില്ല. സണ്ണി ജോസഫുമായി അകന്നു നിൽക്കുന്ന സതീശൻ തന്റെ ലൈനിലൂടെയാണ് കോൺഗ്രസിനെ നയിക്കുന്നത്. നേരത്തെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫിനൊപ്പം നിൽക്കാമെന്നറിയിച്ച പി.വി. അൻവറിനെ അകറ്റി നിർത്തിയ സതീശന്റെ പിടിവാശിക്ക് മുന്നിൽ അന്ന് കോൺഗ്രസ് വഴങ്ങിയിരുന്നു. എന്നാൽ മാസങ്ങൾക്കിപ്പുറം ഇന്ന് അൻവറിനെ യു.ഡി.എഫിൽ എടുക്കണമെന്ന സതീശന്റെ ആവശ്യത്തിനോട് മുഖം തിരിക്കുകയാണ് കെ.പി.സി.സി ചെയ്യുന്നത്. ഇതിൽ കടുത്ത അതൃപ്തിയിലാണ് സതീശൻ നിൽക്കുന്നത്. വിഷയത്തിൽ ഇനിയും ചർച്ച വേണമെന്ന നിലപാടിൽ കെ.പി.സി.സി അധ്യക്ഷൻ സണ്ണി ജോസഫ് നിൽക്കുമ്പോൾ ഇനി ചർച്ചയുടെ ആവശ്യമില്ലെന്നും ഇപ്പോൾ തന്നെ തീരുമാനം അറിയിക്കണമെന്നുമാണ് ക്ഷുഭിതനായി സതീശൻ പറഞ്ഞത്. ഇക്കാര്യത്തിലെ അതൃപ്തി സതീശൻ നേതാക്കളെ അറിയിച്ചിട്ടുണ്ട്. പി.വി. അൻവറിനെ അസോസിയേറ്റ് അംഗമാക്കാനായിരുന്നു നീക്കം. എന്നാൽ അൻവറിനെ മുന്നണിയിൽ ഉൾപ്പെടുത്തണമെന്നാണ് സതീശൻ ഉന്നയിക്കുന്ന ആവശ്യം. കെ.പി.സി.സി നിലപാടിനെ തുടർന്നാണ് തീരുമാനം വൈകുന്നതെന്നും വിഷയത്തിൽ ഉടൻ തീരുമാനം വേണമെന്നുമാണ് സതീശന്റെ നിലപാട്. അൻവറിനെയും അദ്ദേഹം നയിക്കുന്ന തൃണമൂൽ കോൺഗ്രസിനെയും മുന്നണിയിൽ എടുക്കുന്നത് സംബന്ധിച്ച് കൂടുതൽ ചർച്ച വേണമെന്ന് നേതൃയോഗത്തിൽ സണ്ണി ജോസഫ് പറഞ്ഞിരുന്നു. എന്നാൽ നേതാക്കൾ തമ്മിൽ ധാരണയിലെത്തിയ വിഷയത്തിൽ യു.ഡി.എഫ് യോഗത്തിൽ ഇങ്ങനെയൊരു നിലപാട് സണ്ണി ജോസഫ് സ്വീകരിച്ചതിൽ സതീശന് അതൃപ്തിയുണ്ട്. ഉടൻ ചേരുന്ന കെ.പി.സി.സിയുടെ നേതൃയോഗത്തിൽ അൻവറിന്റെ മുന്നണി പ്രവേശനം ചർച്ച ചെയ്യുമെന്നാണ് വിവരം. എന്നാൽ ഈ യോഗത്തിൽ നിന്ന് വി.ഡി. സതീശൻ വിട്ടുനിൽക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2-3 വർഷമായി കേരളത്തിലെ കോൺഗ്രസിനെ മുന്നിൽ നിന്ന് നയിച്ച സതീശൻ പക്ഷേ പുനഃസംഘടനയോടെയാണ് അപ്രസക്തനായത്. കെ.സി. പക്ഷം പൂർണ്ണമായും ശക്തി കൈവരിച്ചതോടെ പിൻവലിഞ്ഞു നിൽക്കുകയാണ് സതീശൻ. നേതാക്കൾ ഇടപെട്ടിട്ടും കെ.പി.സി.സി പുനഃസംഘടനയിൽ നിലപാട് കടുപ്പിച്ച് തന്നെ മുന്നോട്ട് പോവുകയാണ് സതീശൻ. പുനഃസംഘടനയിൽ കൂടിയാലോചന നടന്നിട്ടില്ലെന്ന പരാതിയെ തുടർന്ന് അന്ന് വിളിച്ചു ചേർത്ത കെ.പി.സി.സി യോഗത്തിൽ നിന്നും സതീശൻ വിട്ടുനിന്നിരുന്നു. കെ.പി.സി.സി പ്രസിഡന്റ് സണ്ണി ജോസഫിനെ ഫോണിൽ വിളിച്ച് തന്റെ പരാതി അറിയിച്ച സതീശൻ യോഗത്തിൽ പങ്കെടുക്കാൻ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ലെന്നുമാണ് അന്ന് പറഞ്ഞത്. പുനഃസംഘടനയിൽ പരാതി പരിഹരിക്കാതെ നേതൃത്വവുമായി സഹകരിക്കില്ലെന്നും വി.ഡി. സതീശൻ തീർത്ത് പറഞ്ഞത് നമ്മൾ കണ്ടതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പി.വി. അൻവർ വിഷയത്തിലും സതീശൻ കോൺഗ്രസ് നേതൃത്വവും കെ.പി.സി.സി പ്രസിഡന്റുമായി അകൽച്ചയിലേക്ക് നിൽക്കുന്നത്. നേരത്തെ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വേളയിലാണ് അൻവർ എൽ.ഡി.എഫ് വിട്ട് എം.എൽ.എ സ്ഥാനം രാജിവെച്ചത്. പിന്നാലെ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂരിൽ നിന്ന് അൻവറിന്റെ പകരക്കാരനായി നിയമസഭയിലെത്തിയത് നമ്മൾ കണ്ടു. അന്ന് അൻവർ കോൺഗ്രസിന്റെ പിന്തുണ തേടിയ വേളയിൽ ഇടം തിരിഞ്ഞു നിന്ന സതീശനാണ് ഇന്ന് അൻവറിന് വേണ്ടി വാദിക്കുന്നത്. നിലമ്പൂരിൽ ഒരുപക്ഷെ പി.വി. അൻവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചില്ലായിരുന്നുവെങ്കിൽ ഇടതുപക്ഷം വിജയിക്കുമായിരുന്നു. അൻവർ യു.ഡി.എഫിനൊപ്പം നിന്നിരുന്നുവെങ്കിലും എൽ.ഡി.എഫ് വിജയിക്കുക തന്നെ ചെയ്യും. ഇവിടെ അൻവർ മത്സരിച്ചത് കൊണ്ട് മാത്രമാണ് അന്ന് ഏറെ ഇടതുപക്ഷ അനുകൂല വോട്ടുകൾ അൻവറിന്റെ പെട്ടിയിൽ എത്തുകയും യു.ഡി.എഫ് സ്ഥാനാർത്ഥി വിജയിക്കുകയും ചെയ്തത്. ഇന്ന് അൻവറിനെ തങ്ങളുടെ ഒപ്പം നിർത്തിയില്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കളി മാറുമെന്ന ചിന്ത സതീശനുണ്ട്. ഇതാണ് ഉടനടി തീരുമാനം വേണമെന്ന ചിന്ത പ്രതിപക്ഷ നേതാവിൽ തോന്നിക്കാൻ കാരണമെന്നും കാണാൻ സാധിക്കും.